ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹം കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ആരംഭിക്കുന്നു. എൻ്റെ പേര് പ്രിയ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2024 ജനുവരി മാസത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ ലാംഗ്വേജിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിക്ക് പോകാനുള്ള തടസ്സത്തിന് കൊണ്ടാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത്. അപ്പം ഞാനിവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് എൻ്റെ അമ്മയുടെ കൂടെയായിരുന്നു. അമ്മ ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ ആദ്യത്തെ B2-ൻ്റെ 2 മൊഡ്യൂൾസും ഞാൻ പാസ്സായത്. അത് എൻ്റെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റമാണ് ഞാൻ കണ്ടത്. കാരണം ആ 2 മൊഡ്യൂൾസും ഞാൻ അമ്മ തന്നുവിട്ട കാശ് രൂപവും വെഞ്ചരിച്ച തൈലം കൊണ്ടാണ് ഞാൻ പോയത്. അങ്ങനെ അത് വളരെ അത്ഭുതകരമായിട്ട് ഞാൻ പൂനെയിൽ പോയി എക്സാം എഴുതുകയും എനിക്ക് പെട്ടെന്ന് തന്നെ ഡേറ്റ് കിട്ടുകയും ഞാൻ അവിടെ പോയി എക്സാം അറ്റൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ അതിന് ശേഷം എൻ്റെ അടുത്ത 2 മൊഡ്യൂൾസിന് വേണ്ടി ഞാൻ ഡേറ്റ് എടുത്തിരുന്നു. പക്ഷേ എന്ത് ചെയ്തിരുന്നിട്ടും എൻ്റെ ആ കോൺഫിഡൻസ് മൂലം എനിക്ക് വേറൊരു ഡേറ്റ് കിട്ടിയിരുന്നില്ല. അങ്ങനെ ഞാൻ അതിന് ശേഷം എൻ്റെ സ്വയമേ ഉള്ള കഴിവുകൊണ്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ നോക്കി. ഒന്നും എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ല. അന്നത്തെ ആ സമയത്ത് എനിക്ക് മൊത്തം സ്കാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ചെന്നൈയിലൊരു ഡേറ്റ് കിട്ടണമെന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ നവംബറിന് എനിക്ക് ഡൽഹിയിൽ എങ്ങനെയൊക്കെയോ എനിക്ക് ഏജൻറ്റ് തന്നെ ഡേറ്റ് എടുത്ത് തന്നു. അങ്ങനെ ഞാൻ ബാക്കി 2 മൊഡ്യൂൾസായ ശ്രൈബനും സ്പ്രഹനും കൂടെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും കൂടെ ഞാൻ ഡൽഹിയിൽ പോയി എഴുതി. പക്ഷേ എൻ്റെ സ്വയമേ ഉള്ള ഒരു അഹങ്കാരം കൊണ്ടും എൻ്റെ ഓവർ കോൺഫിഡൻസും കാരണം ഞാൻ പോയി എഴുതി. പക്ഷേ അത് 2 മൊഡ്യൂളും ഞാൻ പാസ്സായിരുന്നില്ല. അങ്ങനെ ഞാൻ അതിനുശേഷം ഇത് എന്നെക്കൊണ്ട് ഒരിക്കലും ഇത് പാസ്സാവാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ഞാൻ വന്നപ്പം എനിക്ക് ഉടമ്പടി എടുക്കാനുള്ള പ്രചോദനം മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഡിസംബർ മാസം ഞാനിതുപോലെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്നവർക്കറിയാം, ട്രിവാൻഡ്രം കൊച്ചിയിലും ഭയങ്കര പാടാണ്. ഒരു മെയിൽ അയച്ചിട്ട് ഒരു ഡേറ്റ് കിട്ടാനൊക്കെ എത്രമാത്രം പാടാണെന്ന് ജർമ്മൻ പഠിക്കുന്ന പിള്ളേർക്കറിയാം. പക്ഷെ ഞാൻ ഡിസംബറിൽ ഞാൻ ഇതുപോലെ ട്രിവാൻഡ്രം കൊച്ചിയിൽ ഞാൻ മെയിൽ അയച്ചിരുന്നു. അങ്ങനെ അത് ഞാൻ അയച്ചതുപോലും എനിക്കൊരു ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ ജനുവരിയിൽ ഇവിടെ വന്നു. അതിന് ശേഷം ഞാൻ ഈ അയച്ച മെയിൽ ഈ ഉടമ്പടി കഴിഞ്ഞിട്ട് മാതാവ് എനിക്ക് തന്നു. എനിക്കതെങ്ങനെയാണെന്ന് അറിയത്തില്ല, മാതാവ് എനിക്കത് കൊണ്ടു തന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാൻ ഡിസംബറിൽ ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു, ഈ മെയിൽ എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ എനിക്ക് ട്രിവാൻഡ്രത്ത് 2 മൊഡ്യൂൾസിന് വേണ്ടി ഒരു ഏജൻറ്റ് ഫീസും കൂടാതെ മാതാവ് എനിക്ക് എടുത്തു തന്നു. അങ്ങനെ എനിക്കൊരു കൂട്ടുകാരി എനിക്കവിടെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞാൻ ഫീസ് അടയ്ക്കാൻ നേരത്തെ ഞാൻ കൊച്ചിയിൽ പോയി ഫീസ് അടച്ചതിന് ശേഷം ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ 2 പേരും ഒരുമിച്ച് സ്പീക്കിംഗ് ഒക്കെ ഒത്തിരി പ്രാക്ടീസ് ചെയ്തിരുന്നു, റൈറ്റിംഗ് ഒത്തിരി പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷേ എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ടഫായതുകൊണ്ട് ഞാൻ സ്പീക്കിംഗ് മൊഡ്യൂൾ മാത്രം ഞാൻ മാറ്റി വെച്ചിരുന്നു. പക്ഷേ റൈറ്റിംഗ് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് വീണ്ടും ഞാൻ പഠിക്കാൻ തുടങ്ങി. വീണ്ടും ഞാൻ രാത്രിയും പകലും ഇല്ലാതെ ഞാൻ ഒത്തിരി പഠിച്ചു. പക്ഷേ എൻ്റെ എക്സാം ഡേറ്റ് എടുത്തു, ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തു. ആ സമയത്ത് ഞാൻ ഉടമ്പടി കാശുരൂപവും വെഞ്ചരിച്ച തൈലവും കൊണ്ട് ഞാൻ പോയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ റൈറ്റിംഗ് മൊഡ്യൂളിന് ഞാനൊന്നും പഠിച്ചിരുന്നു. എല്ലാവരും എൻ്റെ ചുറ്റുമുള്ള എല്ലാ പിള്ളേരും പഠിക്കുന്ന കണ്ടിട്ട് എനിക്കൊരു ടെൻഷനൊന്നുമില്ല. പക്ഷെ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ഓർത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ശ്രൈബന് എക്സാം ഹോളിൽ കയറി. എൻ്റെ കഴിവനുസരിച്ച് ഞാൻ മുഴുവനും എല്ലാ കാര്യങ്ങളും ഞാൻ എഴുതിയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്കത് കിട്ടും, എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് ശ്രൈബൻ കിട്ടും. പക്ഷേ സ്പീക്കിംഗ് എങ്ങനെ ആവുമെന്ന് എനിക്ക് ഒരു പിടിയില്ലായിരുന്നു. അങ്ങനെ അടുത്ത ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്പീക്കിങ്ങിന് കയറുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഉടമ്പടി ഉപ്പ് ഞാൻ അവിടെ വിതറിയിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി കാശുരൂപം കൊണ്ട് ഞാൻ എക്സാം ഹോളിൽ കയറിയിട്ട് എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവിടെ ഒന്നും പറഞ്ഞില്ല, ഞാൻ ഒന്നും പഠിച്ചിരുന്നില്ല. അങ്ങനെ എൻ്റെ ആ 2 എക്സാമും ഞാൻ അറ്റൻഡ് ചെയ്തു. എൻ്റെ റിസൾട്ട് വന്നത് 1 മാസത്തിന് ശേഷമായിരുന്നു. ആ 1 മാസം ഞാൻ ഉടമ്പടി ധ്യാനവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതുപോലെ തന്നെ ബൈബിൾ വായനയും ജപമാലയും ഒക്കെ ഞാൻ 1 മാസം ഞാൻ അത് കണ്ടിന്യൂ ആയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. നിയോഗം വെച്ച് ദൈവകൃപയുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്.
അങ്ങനെ ഞാനിവിടെ വന്ന് സാക്ഷ്യം പഠിപ്പിക്കോളാമെന്നും ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ മാതാവ് അനുഗ്രഹിച്ച് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ മൊഡ്യൂളായ സ്പീക്കിംഗ് മാതാവ് എനിക്ക് അവിടെ നിന്ന് അനുഗ്രഹിച്ച് തന്നു. പക്ഷേ എൻ്റെ കോൺഫിഡൻസ് കൊണ്ട് ഞാൻ എഴുതിയ റൈറ്റിംഗ് എനിക്ക് കിട്ടിയിരുന്നില്ല. അതിനുശേഷം വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഷൈബൻ എൻ്റെ 3ാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ആ ഡേറ്റും മാതാവ് എനിക്ക് ഇവിടെ നാട്ടിൽ തന്നെ എനിക്ക് മെയിൽ അയച്ച് എനിക്ക് തന്നിരുന്നു. അങ്ങനെ കൊച്ചിയിൽ ഞാൻ വീണ്ടും പോയി എക്സാം എഴുതി എനിക്ക് ഒരാഴ്ച മാത്രമേ ഉള്ളൂ പ്രിപ്പയർ ചെയ്യാനുള്ള ഡേറ്റ്. ആ ഒരാഴ്ച കൊണ്ട് എനിക്ക് എന്തോ പ്രിപ്പയർ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കൊന്നും എഴുതാൻ എനിക്കറിയില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോൾ 3ാമത്തെ അറ്റംപ്റ്റ് ആണ്. പക്ഷേ എനിക്ക് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഏജൻ്റ് ഫീസ് കൂടാതെ തന്നെ മാതാവ് എനിക്കത് വീണ്ടും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എനിക്കത് എടുത്തു തന്നു. അങ്ങനെ ഞാൻ ഷൈബൻ എക്സാം പോയി എഴുതി. ഒരാഴ്ചത്തെയുള്ള പ്രിപ്പറേഷനും ഞാൻ ജപമാലയും ഞാൻ ബൈബിൾ എഴുതാനുള്ള ബൈബിൾ പുതിയ നിയമം എഴുതാൻ വേണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഒരാഴ്ച ഞാൻ പ്രിപ്പയർ ചെയ്തത് ഞാൻ പ്രാർത്ഥനയിലൂടെയായിരുന്നു. അങ്ങനെ ഷൈബൻ എക്സാം ഞാൻ കൊച്ചിയിൽ പോയി എഴുതി. ഒരു തടസ്സമില്ലാതെ എനിക്കൊരു പേടിയില്ലായിരുന്നു. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അത് ദൈവത്തിൻ്റെ നാമത്തിൽ അത് അങ്ങനെ തന്നെ ആവട്ടെ, ദൈവനാമത്തിൽ അത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം എൻ്റെ റിസൾട്ട് വന്നു. മെയിലായിരുന്നു എൻ്റെ റിസൾട്ട് വന്നത്. അങ്ങനെ ഞാൻ ആ എക്സാമും ഞാൻ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ പാസ്സായി. ഇതിൻ്റെ എല്ലാം ഞാൻ ഉടമ്പടി കാശ് രൂപം ഞാൻ വെച്ചുകൊണ്ടായിരുന്നു ഞാൻ പോയത്. അതുപോലെ തന്നെ ഞാൻ ഈ എക്സാം റിസൾട്ട് നോക്കുമ്പം ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഉടമ്പടി കാശ് രൂപ അതിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് വളരെ സാവധാനം ഞാൻ നോക്കത്തുള്ളൂ. ഞാൻ ഒരിക്കലും എല്ലാ പിള്ളേരും നോക്കുന്ന പോലെ ഞാൻ ഒരിക്കലും ആ സമയത്ത് നോക്കത്തില്ല. എല്ലാം മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞാൻ സമാധാനത്തോടെ ഞാൻ നോക്കത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ റിസൾട്ട് കിട്ടുമ്പം ടെൻഷനുണ്ട്. പക്ഷേ എനിക്ക് ആ ടെൻഷൻ ആ സമയത്തില്ലായിരുന്നു. ആ 2 മൊഡ്യൂളും, അതായത് സ്പീക്കിങ്ങും റൈറ്റിങ്ങും മൊഡ്യൂൾ കിട്ടിയപ്പോൾ പോലും എനിക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അങ്ങനെ മാതാവ് 2 മൊഡ്യൂളും സെയിം മാർക്കോടുകൂടെ എനിക്ക് പാസ്സാകാൻ പറ്റി. അതിനുശേഷം എൻ്റെ ജർമ്മൻ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി പുതുക്കാൻ കുറച്ച് ലേറ്റായിപ്പോയി. അങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ്ങിന് കുറച്ച് ലാഗായി. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്തു. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും ലഭിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു 5-6 മാസം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ 3ാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഇവിടെ വെക്കാത്തൊരു നിയോഗമായിരുന്നു എനിക്ക് ജർമ്മൻ ട്യൂട്ടർ വേക്കൻസിയുടെ കാര്യം. അങ്ങനെ അത് ഞാൻ പണ്ട് ഞാനത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലോ എന്നുള്ളൊരു രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് മാതാവ് എനിക്ക് 8 നോയമ്പിൻ്റെ സമയത്ത് മാതാവ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് തന്നതാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കാനുള്ള ഒരു വേക്കൻസി മാതാവ് എനിക്ക് ഇൻ്റർവ്യൂ കൂടാതെ എനിക്കവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോട്ടയത്തും തൃശ്ശൂരുമായിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി പിള്ളേരെ ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുകയും മാതാവിനെക്കുറിച്ച് അവരോട് ഒത്തിരി കാര്യങ്ങൾ, കൃപാസന മാതാവിനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം ഞാൻ അവരെ പറയുകയും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിങ് വീണ്ടും ഞാൻ വേറൊരു അച്ഛന് വഴി കൊടുത്തു. അത് എൻ്റെ ഒരു കസിൻ മുഖേനയാണ് എനിക്ക് ആ അച്ഛനെ പരിചയപ്പെടുത്താൻ പറ്റിയത്. അത് ആ അച്ഛനാണെങ്കിൽ വളരെ എല്ലാ കാര്യങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞു തരികയും എൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ പേപ്പർ വർക്ക് എല്ലാം സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്തിരുന്നു. ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ കാശ് രൂപം വെച്ചായിരുന്നു ഓരോ പേപ്പർ വർക്ക് മുന്നോട്ട് പോകുമ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇനി ഇൻ്റർവ്യൂ ഡേറ്റ് വന്നു. ഡിസംബറിലായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. ഞാൻ വൈകുന്നേരം കാശ് രൂപം ഉപയോഗിച്ച് ഞാൻ ഉടമ്പടി തൈലും നെറ്റിയിലും വായിലും പുരട്ടി ഞാൻ കുരിശ് വരച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. എനിക്ക് ഒരു ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഞാൻ ദൈവത്തിൻ്റെ ദൈവം എനിക്ക് തന്നൊരു ധൈര്യം കൊണ്ടും മാതാവിൻ്റെ ഒരു ധൈര്യം കൊണ്ടും ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് തന്നെ എനിക്ക് റിസൾട്ട് വന്നു. ഞാൻ പാസ്സാവുകയും ചെയ്തു. ഞാൻ ഇൻ്റർവ്യൂ വളരെ അത്ഭുതകരമായിട്ട് ഞാൻ പാസ്സാവുകയും ചെയ്തു. അതിനുശേഷം എൻ്റെ വിസ പ്രോസസ്സിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഒത്തിരി തടസ്സം ഉണ്ടായിരുന്നിട്ട് പോലും എല്ലാ കാര്യത്തിനും മാതാവിൻ്റെ ഒരു കയ്യൊപ്പ് അവിടെ ഉണ്ടായിരുന്നു. കാരണം പല തടസ്സങ്ങൾ ചിലപ്പോൾ തകർന്നു പോകാനുള്ള നിമിഷങ്ങൾ കുറേ ഉണ്ടായിരുന്നിട്ട് പോലും, പൈസയുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നിട്ട് പോലും മാതാവ് അവിടെ എല്ലാം മാതാവിൻ്റെ ഒരു വലിയ കരം അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കൂടുതൽ അനുഭവിച്ചൊരു നിമിഷമായിരുന്നു ആ വിസ പ്രോസസ്സിങ്ങിൻ്റെ സമയം. എനിക്ക് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഡെയിലി ബ്രെഡ് എന്നും കാണുമായിരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ആ ഡെയിലി ബ്രെഡിൽ ഞാൻ എപ്പോഴും ഒരു നിയമം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള ഡേറ്റിന് വേണ്ടി. അങ്ങനെ എനിക്ക് അതിന് അത്ഭുതകരമായിട്ടൊരു ഡേറ്റ് ലഭിച്ചു. അങ്ങനെ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് എനിക്ക് ഡേറ്റ് കിട്ടി. അങ്ങനെ വിസ കൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ ലഭിച്ചു. അങ്ങനെ ഞാൻ 24-ാം തീയതി, ഈ മാസം 24-ാം തീയതി
ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. അതെല്ലാം മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തത് പൊതുസ്ഥലങ്ങളിൽ ഞാൻ അതുപോലെ തന്നെ ഓട്ടോക്കാർക്കൊക്കെ ഞാൻ പത്രങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. പലരും എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സങ്കടപ്പെടുത്തുന്ന ഒരു നിമിഷം കുറേ പത്രപ്രവർത്തനത്തിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ പത്രപ്രവർത്തനമായിരുന്നു. എൻ്റെ പള്ളിയിൽ എൻ്റെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ ഇഷ്ടംപോലെ പത്രങ്ങൾ കൊണ്ട് നിരത്തി വെക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം ഞാൻ എടുത്ത് ഓരോ മക്കൾക്കും ഞാൻ വിതരണം ചെയ്തു കൊടുക്കുമായിരുന്നു. എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു. എന്തിനാണ് നീ പത്രം കൊടുക്കുന്നത്? ഈ പത്രം കൊടുത്തിട്ട് നിനക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാനതൊന്നും കാര്യമാക്കാതെ, എനിക്ക് ആദ്യം അതൊരു വിഷമമായിരുന്നു. പക്ഷേ എനിക്കത് വലിയ കാര്യമാക്കാതെ ഞാൻ വീണ്ടും അത് തന്നെ തുടർന്നിരുന്നു. അതിനുശേഷം ഞാൻ ഒത്തിരി പാവപ്പെട്ടവർക്ക് പൊതിച്ചോറൊക്കെ എന്നെക്കൊണ്ട് ആകുന്ന രീതിയിൽ ഞാനും എൻ്റെ അമ്മയും പപ്പയും കൂടെ ഞാൻ പൊതുസ്ഥലത്ത് പൊതിച്ചോറ് വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം കാരുണ്യപ്രവർത്തികളായിട്ട് രോഗികളെ സന്ദർശിക്കാനും ഒക്കെ ഞാൻ പോയിരുന്നു. എനിക്കെന്ന എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും തന്നതിനോർത്ത് കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഇവിടെ അവസാനിക്കുന്നു. റോമ 12:2 നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയുവാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പ്രിയ അന്ന സാൻഡോ എന്ന ഈ മകൾ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് ജീവിച്ചതിലൂടെ ലഭിച്ച ജർമ്മൻ ഭാഷാ പഠനം പൂർത്തീകരിക്കുവാനും വിദേശത്ത് പോകുവാനുമുള്ള അനുഗ്രഹത്തെയാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകളുടെ പഠനത്തെയും അതിൻ്റെ പരീക്ഷകളിൽ നേരിട്ട പ്രതിസന്ധികളെയും മകൾ നന്നായത് നമ്മളോട് പങ്കുവച്ചു. എന്നാൽ ഉടമ്പടിയിലായിരുന്ന മകൾ ഓരോ അവസാന പരീക്ഷകളിലേക്ക് പങ്കുചേരുമ്പോൾ ദൈവഹിതം നിറവേറട്ടെ എന്ന ഒറ്റ വാക്കിലാണ് തൻ്റെ പരീക്ഷയെ മുഴുവനും ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്. തൻ്റെ കഴിവിനാലല്ല, അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ, ഈശോയുടെ കൃപയാൽ മാത്രം വിജയം നേടുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നു. അതിൽ ലഭിച്ച വിജയത്തെയും പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊച്ചി സെൻറ്ററുകളിൽ പരീക്ഷ എഴുതി ജയിക്കുവാൻ സാധിച്ച കാര്യത്തെയും മകൾ വിശദമായി തന്നെ സൂചിപ്പിച്ചു. അതോടൊപ്പം അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിനുണ്ടായ തടസ്സങ്ങളും അവിടെയും പരിശുദ്ധ അമ്മയുടെ സവിശേഷമായ ഇടപെടലിൽ ഒരാഴ്ച കൊണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് വിദേശത്ത് പോകുവാൻ വേണ്ടി എല്ലാം ലഭിച്ചതിനെയും മകൾ സൂചിപ്പിക്കുന്നുണ്ട്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം, അതോടൊപ്പം അസാധ്യമെന്ന് കരുതിയത് കഴിവിനേക്കാളുപരി കൃപയിൽ തനിക്ക് ലഭിച്ച നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ ഈ സാക്ഷ്യത്തിൽ മകൾ ചെയ്യുന്നുണ്ട്. മകൾ പറയുന്നുണ്ട്, മകൾക്ക് എന്താണ് ഈ ലഭിച്ച അനുഗ്രഹത്തിന് മകൾ കാരണമായി കാണുന്ന നന്മ എന്താണ്? അത് കൃപാസനം പത്രം കൊടുക്കുവാൻ വേണ്ടി കാണിച്ച തീഷ്ണതയാണ്. അത് മറ്റുള്ളവരൊക്കെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് അടുക്കി വച്ചിരുന്ന പത്രങ്ങൾ പോലും എടുത്തുകൊണ്ടുപോയി ഓരോ വ്യക്തികൾക്കും ദൈവമക്കൾക്കും സന്തോഷത്തോടെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ മകളത് നല്ല മനസ്സ് കാട്ടിയത് എടുത്തു പറയുന്നു. പ്രത്യേകിച്ച് അത് കൊടുക്കുന്ന സമയത്ത് നേരിട്ട വിഷമങ്ങളും മറ്റുള്ളവർ പറഞ്ഞ മോശമായ വാക്കുകളും പെരുമാറ്റവും അതൊക്കെ ഒരു സഹനം പോലെ ഏറ്റെടുക്കുകയും ദൈവിക സംരക്ഷണയിൽ ഇത് സമർപ്പിക്കുകയും ചെയ്തപ്പോൾ ദൈവനാമത്തെ പ്രതി പീഡകൾ ഏറ്റത് മുഴുവനും ദൈവസന്നിധിയിൽ അത് മെറിറ്റിന് കാരണമാവുകയും അത് മകളുടെ ഈ പ്രോസസ്സ് വേഗത്തിലാക്കി വിദേശത്ത് പോകുവാനുള്ള വഴി തുറക്കുന്നതിന് അനുഗ്രഹമായി തീർന്നുവെന്ന് മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട 2 കമ്പോണൻസ് ആണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും. നമ്മൾ അതിൽ കൊടുക്കുന്ന ആത്മാർത്ഥത എത്ര കണ്ട് ആഗ്രഹത്തോടും ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയും മറ്റുള്ളവർ പരിഹസിക്കുകയും ഇകഴ്ത്തുകയും ചെയ്യുമ്പോഴും ഞാൻ മനസ്സിടറാതെ പദമിടറാതെ എൻ്റെ തമ്പുരാനുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകത്തിന് കൂടുതൽ പ്രചരിക്കപ്പെടണം എന്ന ആഗ്രഹത്തോടു കൂടി നാം അതിന് തയ്യാറാവുകയാണെങ്കിൽ അത് നമ്മുടെ നിയോഗങ്ങൾ വേഗം അനുഗ്രഹമായി തീരുന്നതിന് കാരണമായി തീരും.
അനേക മക്കൾ ഈ അൾത്താരയിൽ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നേരിട്ട അപമാനം സഹിച്ചതിനാൽ ദൈവം അനുഗ്രഹിച്ചതിനെ ഇവിടെ സാക്ഷ്യപ്പെടുത്താറുണ്ട്. കാരുണ്യപ്രവൃത്തികൾ ഇടതടവില്ലാതെ ചെയ്തത് മൂലം ലഭിച്ച വലിയ അനുഗ്രഹങ്ങളെ ഈ അൾത്താരയിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയുടെ മേഖലകളെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോഴും നിർബന്ധമായും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളെയും പ്രേക്ഷിത പ്രവർത്തനത്തെയും ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവവചനത്തിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ നമുക്കത് ദൈവസന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ വേഗം സാധിക്കുന്നതിന് കാരണമായി തീരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.